الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ടു പോകുവാൻ പറയുന്ന ഞാനും കേൾക്കുന്ന ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ പരിപൂർണാർത്ഥത്തിൽ പിൻപറ്റി ഈമാൻ കിട്ടി മരിച്ച് സ്വർഗത്തിൽ ആദ്യവസരത്തിൽ തന്നെ പ്രവേശനാനുമതി ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിരന്തരമായി മരണവാർത്തകൾ കേൾക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ മരണവാർത്തകളും ഒരുപോലെയല്ല. ചിലതെല്ലാം നമ്മളെ ഞെട്ടിക്കാറുണ്ട്. അതിൽ പെട്ടതാണ് ഒരിക്കലും നനച്ചിരിക്കാത്ത സമയത്ത് ആകസ്മികമായി സംഭവിക്കുന്ന ചില മരണങ്ങൾ. ഇപ്പോൾ ഇന്നലെ പോലും നമ്മുടെ നാട്ടിൽ മലമ്പുഴ ഡാമിൽ 2 മക്കൾ മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു. അള്ളാഹു ആ കുട്ടികളുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു കുടുംബത്തിന്റെ അത്താണികളാണ്. 21 വയസ്സും 17 വയസ്സുമുള്ള 2 ആൺകുട്ടികൾ ഒരു വീട്ടിന്റെ ഉമ്മറക്കോലായിൽ നിന്നും പള്ളിക്കാട്ടിലേക്കുള്ള യാത്ര തിരിക്കുന്ന രംഗം നമ്മളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മരണങ്ങളെല്ലാം നമ്മളോട് ചില ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. ആ പോകുന്ന മയ്യത്തുകളെല്ലാം കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. അത് കേൾക്കാൻ, അതൊന്നറിയാൻ, അതൊന്ന് കാതോർക്കാൻ, എന്തെങ്കിലുമൊക്കെ തിരുത്തലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മരണം പോലും നമുക്ക് പാഠമാണ്. അൽ ആഖിലു മൻ യഅ്തബിറു മിൻ ഗൈരിഹി എന്നാണ് പറയാറുള്ളത്. ഒരു യഥാർത്ഥ ബുദ്ധിമാൻ മറ്റുള്ളവരിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുന്നവനാണ്. ഏറ്റവും വലിയ ഗുണപാഠം മരണത്തിൽ തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ മരണം ആഗതമാകുന്നതിന് മുൻപ് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന മരണത്തിൽ നിന്നും ചിലതൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ പാഠം ഉൾക്കൊണ്ടേ പറ്റൂ എന്നതാണ്.
യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ആകസ്മികമായ മരണങ്ങളൊക്കെ നമ്മളെ വിളിച്ചോതുന്ന ചില കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നെന്താണെന്നറിയോ? ജീവിതത്തിൽ എന്തും എപ്പോഴും എന്തും സംഭവിക്കാമെന്നാണ്. നമ്മുടെ എല്ലാവിധ കണക്കുകൂട്ടലുകളും ലംഘിച്ചുകൊണ്ടായിരിക്കും ജീവിതത്തിലേക്ക് പലതും കയറി വരിക എന്നാണ്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് നമ്മൾ സമ്പാദിച്ചതിനും നമ്മൾ നേടിയെടുത്ത പലതിനും 10, 12, 20, 25 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാവും. പക്ഷെ അത് അനുഭവിക്കേണ്ട നമുക്കാണെങ്കിലോ ഒരു ഗ്യാരണ്ടിയും ആരും തന്നിട്ടില്ല എന്നതാണ്. നാളെ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല എന്ന് അല്ലാഹ് പറഞ്ഞില്ല. നാളെ എന്ത് സംഭവിക്കുന്ന ഒരാൾക്കും അറിയില്ല എന്നാണ്. സഹോദരങ്ങളെ, അത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ നാളെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് താങ്ങാനാവുന്നതും ആകാത്തതുമുണ്ടാകും. ആ താങ്ങാനാവാത്ത പല സംഗതികളും ഞാൻ കാണേണ്ടി വരും, ഉൾക്കൊള്ളേണ്ടി വരും എന്ന ഒരു പരിപൂർണമായ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതൊരു പക്ഷേ നമ്മുടെ സ്വന്തത്തിലെ ചില നഷ്ടങ്ങളായിരിക്കും. ഒരു പക്ഷെ നമുക്കെന്തെങ്കിലും അപകടങ്ങൾ വരുന്നതായിരിക്കും. അള്ളാഹു എല്ലാ അപകടവും നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കലായിരിക്കും. ഒരു പക്ഷെ നമ്മുടെ പ്രിയതമക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ എന്ത് വേണമെന്നറിയോ? നമ്മൾ ജീവിതത്തിൽ എന്തും സംഭവിക്കുമെന്നൊരു പരിപൂർണമായ ബോധം നമുക്ക് ഉണ്ടാകണം. റഹ്മാനായ റബ്ബാണ് ഇതൊക്കെ എനിക്ക് നൽകിയതെങ്കിൽ അത് ഏത് സമയവും ഏത് വിധേയതയും അതിലൊരു പരീക്ഷണം വന്നേക്കാം. ഇതാര് പറഞ്ഞതാ? ഇത് റഹ്മാനായ റബ്ബ് കാലേക്കുട്ടി നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. റബ്ബ് പറയാ, ഭയം നൽകി, പട്ടിണി നൽകി നിങ്ങളെ പരീക്ഷിക്കുന്നു മാത്രമല്ല പറഞ്ഞത്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, ധനനഷ്ടം കൊണ്ടും ദേഹനഷ്ടം കൊണ്ടും നിങ്ങൾ ഒരു പക്ഷെ പരീക്ഷിച്ചേക്കാമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കൺകുളിർമയായ മക്കൾ ഒരു പക്ഷെ പൊടുന്നതിന് മരിച്ചെന്നൊരു വാർത്ത ഒരാൾക്കും താങ്ങാൻ കഴിയുന്നതല്ല. പക്ഷെ ഒരു പക്ഷേ അങ്ങനെ നമുക്ക് കേൾക്കേണ്ടി വന്നാലോ അത് താങ്ങാനുള്ള ഒരു പവർ നമുക്കുണ്ടാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു വെച്ച വാചകം എന്താണെന്നറിയോ? വബശ്ശിരിസ് സ്വാബിരീൻ, ശമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന നബിയെ എന്നാണ്. എങ്ങനെയുള്ള ശമാലുക്കളാണ്? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് ജീവിതത്തിൽ ചെറുതും വലുതുമായി അനുഭവിക്കേണ്ട എന്തെങ്കിലും ആപത്തുകൾ ബാധിക്കുമ്പോൾ ഖാലൂ, അവർ പറയുമെന്നാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അത് എത്ര വലിയ മുസീബത്ത് ബാധിക്കുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ മാത്രമുള്ള ഒരു ഈമാനിക ശക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ അത് വല്ലാത്തൊരു നിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവർക്കുള്ള ബെനിഫിറ്റ് എന്താ? ഉലൈക അലൈഹിം സ്വലവാത്തുൻ മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് റഹ്മാനായ റബ്ബിന്റെ അരികിൽ നിന്നും സ്വലാത്തും റഹ്മത്തും ഒക്കെ ലഭിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളെ കുറിച്ചിട്ട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മക്കളുടെ റൂഹുമായി കൊണ്ടുവരുന്ന മലക്കുകളോട് റഹ്മാനായ റബ്ബ് നടത്തുന്നൊരു സംഭാഷണം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. റബ്ബിനെ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ മലക്കളോട് ചോദിക്കുകയാണ്, എന്റെ അടിമയുടെ ഹൃദയത്തിന്റെ വസന്തമായ അവരുടെ മക്കളെ നീ പിടിച്ചുകൊണ്ടുവരുമ്പോ ആ മാതാവും പിതാവും എന്താ പറഞ്ഞത് എന്നാണ്. അപ്പൊ മലക്കുകൾ പറയാണ്, ഹമിദക, അല്ലാഹുവേ, ആ മാതാവും പിതാവും മക്കളെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മുസീബത്ത് ബാധിച്ച് നിൽക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുവെന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുവെന്നാണ്. അത് കേൾക്കുമ്പോൾ റഹ്മാനായ റബ്ബ് പറയും, ഫയഖൂലുല്ലാഹു തആല ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്. എങ്കിൽ ഇത്രയേറെ മനം തകർന്നു പോകുന്ന, മനസ്സ് വിങ്ങിപ്പോകുന്ന, മുസീബത്ത് ബാധിച്ചു നിൽക്കുന്ന സമയത്തും എന്നെ സ്തുതിക്കാൻ, ആ മുസീബത്തിനെ ഉൾക്കൊള്ളാൻ എന്റെ അടിമക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുക മലക്കുകളെ. ആ ഭവനത്തിന് സ്തുതിയുടെ ഭവനം എന്ന് പേരിട്ട് കൊടുക്കുക എന്നാണ്. സഹോദരങ്ങൾ, എങ്ങനെയാണ് സാധിച്ചത്? എങ്ങനെയാണ് ആ മരണത്തിന്റെ വക്കൽ കടന്നിട്ടും ആ ഉമ്മാക്ക് വാപ്പാക്കനെ പറയാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മുസീബത്ത് വരുന്നതിന് മുൻപേ
ആ ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സിലൊരു ഈമാൻ ഉണ്ട് എന്നതാണ്, ഒരു ഓർമ്മയുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ചോദിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഈമാനിക പവറാണെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, അവിടെ നമുക്ക് കാണാൻ കഴിയും. വമിനൽ യഖീനി, അല്ലാഹുവേ ഒരു ഉറപ്പിനെ തരണേ റബ്ബേ. എങ്ങനെയുള്ള യഖീന്? മാ തുഹവ്വിനു ബിഹി അലൈനാ മസാഇബദ് ദുനിയാ, ദുനിയാവിൽ എന്ത് മുസീബത്തുകൾ എന്നെ ബാധിച്ചാലും പടച്ചോനെ അതെല്ലാം എനിക്ക് ലഘൂകരിക്കത്തക്ക രൂപത്തിലുള്ള, അതിന് ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത നൽകുന്ന ഒരു സാഹചര്യം, ഒരു ഉറപ്പ് എനിക്ക് നീ നൽകണേ എന്നാണ്. ഇത് പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിന് ചോദ്യം ചെയ്യുന്ന സംസാരങ്ങൾ നമ്മൾ അറിയാതെ വന്നുപോകും. അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കാൻ കഴിയാതെ പലതും നമ്മൾ പറഞ്ഞു പോകും. ഒരു പക്ഷേ ദീനിൽ നിന്ന് തന്നെ നമ്മൾ തെറിച്ചു പോകും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താ റബ്ബെ എന്റെ മുസീബത്തുകളും ബലാകളും നീങ്ങിപ്പോകാത്തത് എന്ന് റബ്ബിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി പോകും. നഊദു ബില്ലാഹ്. അതില്ലാതിരിക്കാൻ സഹോദരങ്ങളെ, ജീവിതം എപ്പോഴും സുഖങ്ങളായിരിക്കില്ല, അത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. എന്തും എവിടെയും സംഭവിക്കാമെന്ന് നോക്കൂ നിങ്ങൾ. മിനിഞ്ഞാന്ന് ഒരു 5 മണിക്ക് സമയത്ത് ആ ഉമ്മ വിളിക്കുന്നു കുട്ടികളെ, അല്ലേ, കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഉമ്മ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അടുത്ത 5 മണിയാകുമ്പോഴേക്കും ആ ഉമ്മാന്റെ മുമ്പെന്നാണ് പിന്നെ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഖബർക്ക്, അല്ലേ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനത്തെ വല്ല കാര്യങ്ങളും? അതുകൊണ്ട് എന്താ അറിയൂ, അങ്ങനത്തെ എന്തു സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും സുഹൃത്തുക്കളെ, അത് റഹ്മാനായ റബ്ബ് നൽകിയ വിധിയാണെന്ന് മനസ്സിലാക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ അത് ചോദ്യ രൂപത്തിൽ പടച്ചവനോട് ചോദിക്കണമെന്ന. മാത്രമല്ല, ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ അള്ളാഹു റസൂലിനോട് പറയാ, അല്ലാഹു മുഅ്ജുർനി ഫീ മുസീബത്തി. മുസീബത്ത് ബാധിക്കുന്നതിന് മുൻപും മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, അല്ലേ? അല്ലാഹുവേ ഈ മുസീബത്ത് എനിക്ക് നൽകിയതിൽ നിന്നും എനിക്ക് നീ പ്രതിഫലം നൽകണേ എന്ന. മാത്രമല്ല, ഇതിനേക്കാൾ ഉത്തമമായതിന് എനിക്ക് നീ പകരം നൽകണേ എന്നാണ്. സുഹൃത്തുക്കൾ, ആർക്കെങ്കിലും കഴിയോ നമുക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുമ്പോ അതിനേക്കാൾ ഉത്തമമായതിന് പകരം നൽകാൻ ആർക്കെങ്കിലും കഴിയോ? റഹ്മാനായ റബ്ബിനല്ലാതെ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇതാണ് ഒന്നാമത്തെ പാഠം. എന്തും ഏതും ജീവിതത്തിൽ സംഭവിക്കും. അത് സംഭവിക്കുമെന്ന പരിപൂർണമായ ബോധത്തോടു കൂടെ അത് എന്ത് സംഭവിച്ചാലും ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു ഈമാനിക മനസ്സിന്റെ ഉടമകളാവുക എന്നതാണ് ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് സുഹൃത്തുക്കളെ, മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വേറൊരു പരിപാടിയില്ല, വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല, നോക്കൂ നിങ്ങൾ, പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലല്ലോ, ഒരിക്കലും കണക്ക് കൂട്ടുന്നില്ലല്ലോ. നാളത്തെ പുലരി എനിക്കില്ല, ഇന്നത്തെ ലൊഹറായിരുന്നു എന്റെ അവസാനത്തത് എന്ന് ആ കുട്ടികൾ ആരെങ്കിലും വിചാരിച്ചു? അപ്പൊ നമുക്കതിന് മനസ്സിലാക്കി തരാണ് ഏത് സമയം ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഒരുങ്ങിയിരിക്കുക എന്നുള്ളത്. നമ്മൾ എങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കുക. റബ്ബ് പറയാണ് ഒരുങ്ങണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. പടച്ച റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് നല്ലോണം പേടിച്ചോളിന്ന് റഹ്മാനായ റബ്ബ് അടിക്കടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്നറിയോ? അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നമ്മൾ ശരിക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം, അല്ലെ? നിസ്കാരം, നിർബന്ധമായ കാര്യങ്ങൾ, അതൊക്കെ ഓക്കെയാണോ? കൊടുക്കേണ്ട സക്കാത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മളത് കൃത്യമായി കൊണ്ട് ചൊല്ലി പിന്നെ നിർവഹിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും ഓരോ മാസവും നമ്മൾ ചെയ്യേണ്ട റഹ്മാനായ റബ്ബുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഓക്കെയാണോ? റഹ്മാനായ റബ്ബിനോട് നമ്മൾ നിരന്തരമായി കൊണ്ട് പാപമോചനങ്ങൾ നടത്തുന്നുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കും. പാപക്കെട്ടുകളും ഇവിടെ വെച്ചിട്ട് ഒരു പോക്ക് ശരിയാകൂല. അതുകൊണ്ട് എത്ര കണ്ട് ആത്മാർത്ഥമായി കൊണ്ട് റഹ്മാനായ റബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്നൊരു പരിപൂർണമായ ചിന്ത സുഹൃത്തുക്കൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകണം. നമ്മൾ റബ്ബ് പെട്ടെന്ന് തിരിച്ചു വിളിച്ചാൽ പോകാൻ മാത്രമുള്ള എന്തെങ്കിലും നമ്മുടെ കൈകളിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ടൊന്ന് ചെക്ക് ചെയ്യണം, വിലയിരുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കണം. മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഈ പണമിടപാടുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കിയാൽ മതി. പണമിടപാടുകൾ സുഹൃത്തുക്കൾ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. പെട്ടെന്നൊരു തിരിച്ചുപോക്ക് നമ്മൾ നടത്തേണ്ടി വന്നാൽ കടമിടപാടുകളും പണമിടപാടുകളും അതിലൊരു സുതാര്യത കുറവുണ്ടെങ്കിൽ, അതൊരു 1000 റുപ്യാണ് നമ്മളുടെ തങ്ങൾക്ക് തരാന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കും കാര്യം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഖബറിൽ സുഹൃത്തേ നമ്മൾ വിലപിക്കും. മലർന്ന് കടന്ന് നമ്മൾ നിലവിളിച്ചിരിക്കും.
നമ്മൾക്കിന് നമ്മുടെ നന്മകളെ കൊണ്ട് പിന്നെ സ്വർഗത്തിൽ നിന്ന് കവാടങ്ങൾ തുറക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിലും പണമിടപാടിന്റെ ക്ലിയറൻസ് വരുത്താത്തൊരു കബറാളിക്ക് ആ നന്മകളൊന്നും കിട്ടുകയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിലൊരു സൂക്ഷ്മത ഉണ്ടോ നമ്മൾ? അല്ലേ, ഭയങ്കര റോളിംഗ്, ഇവിടുന്ന് വാങ്ങുന്നു, അവിടെ തിരിക്കുന്നു, അങ്ങോട്ടാക്കുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ രേഖകൾ സംസാരിക്കുമോ? ഒരു ഡയറി നമുക്ക് വേണ്ടി വെക്കാലത്ത് പറയുമോ? അല്ലെ, നമ്മൾ ചെയ്തതും നമ്മൾ വാങ്ങിയതുമൊക്കെ കൃത്യമായിക്കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെയെന്ന് പറയുന്ന രൂപ നമുക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ വരുത്താൻ നമുക്ക് കഴിയണമെന്നാണ്. അതൊരു റുപ്യാണെന്നുണ്ടെങ്കിലും അതൊരു രൂപയാണെന്നുണ്ടെങ്കിലും അതിന്റെ പേരിൽ കബറിൽ നമ്മൾ കുടുങ്ങാൻ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മരണത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു മാനദണ്ഡം എന്താണെന്നറിയോ? പിണക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ എന്ന് ആലോചിച്ചോളി. പിണക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് പൊരുത്തപ്പെടിപ്പിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ടോ നല്ലോണം ആലോചിച്ചോളി സുഹൃത്തുക്കൾ. ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റിവെക്കണ്ട. പോകുന്ന ഓരോ മയ്യത്തും നമ്മളോട് പറയുന്നുണ്ട്, പെട്ടെന്നായിരുന്നു എന്റെ വിടവാങ്ങൽ, പലതും ഞാൻ ചെയ്തു കൂട്ടി ശരിയായിട്ടില്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യമുണ്ട്. മലക്കുൽ മൗത്തിനെയും സംഘത്തെയും കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്റെ യാത്ര അതൊരൽപ്പം പ്രശ്നമായിരുന്നു എന്ന്. അല്ലേ, അവർക്കൊരു വാക്ക് പറയാനുള്ള അവസരം കൊടുക്കുമായിരുന്നുവെങ്കിൽ, അവർക്കൊരു ഖുത്ബ നിർവഹിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ എന്തൊക്കെ വിളിച്ചു പറയും സുഹൃത്തെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കണ്ണടയുന്നതിന് മുൻപ് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്നെന്താണെന്നറിയോ? മരണത്തോടുകൂടെ നമ്മൾ ഒറ്റക്കാണ് സുഹൃത്തുക്കളെ, മരണത്തോടുകൂടെ ഒറ്റക്കാണ്. ആ ബോഡി കിട്ടുന്നത് വരെ ആളുകൾ ചോദിച്ചു. എത്ര ആളുകൾ ചോദിക്കാനുണ്ടായിരുന്നു? കിട്ടിയോ അല്ലേ, എത്തിയോ, വീട്ടിലേക്ക് എത്തിയോ, എപ്പോഴാ എടുക്കുക, എല്ലാവരും ചോദിക്കാനുണ്ടായിരുന്നു. അല്ലെ, ഒരു 5-5:30 മണിയോടുകൂടെ 6 മണ്ണിലേക്ക് ഇറക്കി വെച്ചു. ഇനി ആരെങ്കിലും ചോദിക്കുമോ? പെറ്റ ഉമ്മ ഒരു പക്ഷെ ചിന്തിക്കുമായിരിക്കും, ഉപ്പാക്ക് കുറച്ചു കാലത്തിന് ഓർമ്മയുണ്ടാകുമായിരിക്കും, കുടുംബക്കാരൊക്കെ ഇടക്കൊക്കെ ചിന്തിക്കുമായിരിക്കും. കൂടെ നടന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നലെ വന്നു, എല്ലാവരും കണ്ണീര് വാഴ്ത്തി തിരിഞ്ഞുപോയി. ഇനി അവരുടെ അജണ്ടയിൽ 2 സുഹൃത്തുക്കൾ ഉണ്ടാകുമോ? നമുക്കൊക്കെ വരാനുള്ള സുഹൃത്തുക്കളെ, ആരുടെ മണ്ണിലേക്ക് ഇറങ്ങുന്നത് വരെ ഇറക്കി വെക്കുന്നത് നമ്മുടെ കൂടെ പലരും ഉണ്ടാകും. തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ പലരും ഉണ്ടാകും, പലതും നമ്മളെ പറഞ്ഞ് പ്രേരിപ്പിക്കാൻ പലതും ഉണ്ടാകും, മോഹന വാഗ്ദാനങ്ങൾ നൽകാൻ ആളുകൾ ഉണ്ടാകും. അല്ലേ, അല്ലെങ്കിൽ പലരെയും കണ്ടിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ജീവിച്ചത്, പലിശക്കെടുത്തത് മറ്റുള്ളവനെ കാണാൻ പിന്നെ അനുകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആരുണ്ടാവൂല കൂടെ. നമ്മൾ കൊണ്ടുപോകുന്ന ആ 3 തുണ്ടം തുണിയും നമ്മുടെ അമലുകളുമായി കൊണ്ട് ഇറങ്ങി വെക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, ആത്മാർത്ഥമായി പോയി കിടക്കേണ്ട ഖബറിലെ ചോദ്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. അതിന് മറുപടി ഞാൻ നൽകിയിട്ടുണ്ടോ, അതിന് കൊടുക്കാൻ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് കഴിയുമോ എന്ന ഒരു പരിശോധന നമ്മൾ നടത്തുക. റഹ്മാനായ റബ്ബ് പറയാവുമാ ഹാദിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹ്വും വലഅബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഈ ദുനിയാവെന്ന് പറഞ്ഞത് കേവലം ചിരിയും കളിയും വർത്തമാനങ്ങളും മാത്രമാണ്. വ ഇന്നദ്ദാറൽ ആഖിറതി ലഹിയൽ ഹയവാൻ. പരലോകമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതമെന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. പക്ഷെ എന്താ അറിയുങ്ങളെ, അതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിൽ നമ്മൾ ഉണ്ടാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്നറിയാം, ഇത്തരത്തിലുള്ള മരണം പിന്നെ അനന്തര ചടങ്ങുകളിലൊക്കെ മറ്റൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന വേറൊരു പോയിന്റാണ്, അവസാനത്തൊരു ബാധ്യതയല്ലേ നമുക്ക്. ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ബാധ്യത എന്താ? അവർക്ക് വേണ്ടി നിസ്കരിക്കല്ലേ, ഒന്ന് കുമ്പിടണ്ട, ഒന്ന് സുജൂദ് ചെയ്യണ്ട, നിന്ന നിൽപ്പിൽ 4 തക്ബീർ കെട്ടിട്ട് നിർവഹിക്കാവുന്ന പരിമിതമായ വചനങ്ങളേ ഉള്ളൂ. അത് ശരിക്കും പഠിച്ചവരാണോ സുഹൃത്തുക്കളെ നമ്മൾ? ആ മയ്യത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ ഇനിയും അറിയാത്തവരുണ്ടോ ഈ സദസ്സിൽ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കും. ഒരു വിശ്വാസിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അവസാനത്തെ ഒരു ഏർപ്പാടല്ലേ, ബാധ്യതയായിക്കൊണ്ട് പഠിപ്പിച്ചതല്ലേ. ഒന്നാമത്തെ നമുക്കറിയാം, ഫാത്തിഹ നമുക്കറിയാം, 2ാമത്തെ പ്രവാചകന്റെ സ്വലാത്ത് നമുക്കറിയാം. പക്ഷെ 3ാമത്തെ പ്രാർത്ഥന ഒന്ന് മനസ്സ് തട്ടിയിട്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ എത്ര പേർക്ക് അറിയാം? നിങ്ങൾ ചിന്തിക്കുണ്ടോ? നമ്മൾ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ പോയിട്ട് 4 തക്ബീർ കെട്ടി മടങ്ങുകയാണോ ചെയ്തത്?
ആ മയ്യത്തിന് ഉപകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ മനസ്സ് തട്ടി ചോദിക്കേണ്ട സുഹൃത്തുക്കളെ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രാർത്ഥനയിൽ എന്തൊക്കെയുണ്ട്. അല്ലാഹുവേ പൊറുച്ചു കൊടുക്കണേ സുഹൃത്തിന്, കരുണ കാണിക്കണേ സുഹൃത്തിന്, അവന്റെ പാപങ്ങൾ നീ കഴുകിക്കളയണേ സുഹൃത്തിന്. അല്ലാഹുവേ നല്ലൊരു ഇണയെ നീ നൽകണേ, ഏറ്റവും നല്ലൊരു കുടുംബത്തെ അദ്ദേഹത്തിന് നീ സമ്മാനിക്കണേ. അല്ലേ, ഇവിടുത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ എന്തൊക്കെ പരിവട്ടങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറുന്ന നല്ലൊരു സാഹചര്യം അദ്ദേഹത്തിന് നീ കൊടുക്കണേ എന്ന് പറയാൻ സുഹൃത്തുക്കളെ, അതിനല്ലേ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു കീറാത്ത പ്രതിഫലം നമുക്ക് നൽകാമെന്ന് പറഞ്ഞത്. മനസ്സ് തട്ടി എത്ര പേർക്ക് ആ നിലക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിമർശനം നടത്തൂ. നമ്മൾ ആലോചിക്കേണ്ട എന്താണെന്നറിയോ, നമ്മളിതുപോലെ കടന്നു കൊടുക്കൂല സുഹൃത്തുക്കൾ. ഒരാളുടെ മുമ്പിൽ, നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ നമ്മൾ കടന്നു കൊടുക്കുന്ന ഒരു ദിവസമല്ലേ, അന്ന് നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതകാലത്ത് നമ്മൾ നിർവഹിച്ചു. അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കൂ സുഹൃത്തെ. എത്ര പേർക്ക് നമ്മൾ ജീവിതത്തിൽ പോയി മനസ്സ് തട്ടി നിർവഹിച്ചു നമസ്കാരം. പല ആളുകൾക്കും ഉള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ, കാണുകൊടുത്ത വലിയ ആവേശം. കാണാൻ 100 കൂട്ടം ആളുകളായിരിക്കും, അവസാനമായിട്ടൊന്ന് കാണട്ടെ എന്ന് പറയാം. പ്രശ്നമൊന്നുമില്ല, കാണുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കണ്ടുവച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല, കൂലിയൊന്നും പ്രത്യേകിച്ച് കണ്ടുകൊണ്ട് കിട്ടാനൊന്നുമില്ല. നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഓക്കെ, പക്ഷെ ആ ആളുകൾ പലപ്പോഴും പള്ളിയിലേക്ക് എത്താറില്ല, നിസ്കരിക്കാനില്ല. ഈ നിസ്കരിച്ചവരോ പല ആളുകളും കബറിടത്തിലേക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലിയ, ഒരു മനുഷ്യൻ ജനാസയെ അനുഗമിച്ചു അവൻക്ക് നമസ്കരിക്കുന്നത് വരെ ഫലഹു ഖിറാത്ത്, നിസ്കരിക്കാൻ വരെയാണ് ഒരാൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നിസ്കരിച്ചു, അവർക്ക് ഒരു ഖിറാത്തുണ്ട് എന്നാണ്. എന്നാലോ വമൻ ഷഹിദ ഹത്താ തുദ്ഫന, എന്നാലോ ഒരു മനുഷ്യനെ കബറടക്കുന്നത് വരേക്കും അവിടെ ഉണ്ടെങ്കിലോ, കബറടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ കണ്ടു നിൽക്കുന്നുണ്ടെങ്കിലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ മനുഷ്യന് മടങ്ങുന്നുണ്ടെങ്കിലോ, ലഹു ഖിറാത്താൻ, അവർക്ക് 2 ഖിറാത്തുണ്ട് എന്നാണ്. എന്താ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ വമൽ ഖിറാത്താനി, പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്ലുൽ ജബലൈനിൽ അദീമൈൻ, വലിയ 2 പർവ്വതങ്ങളെക്കാൾ വരുമെന്നാണ്. നോക്കൂ നിങ്ങൾ, പർവ്വത സമാനമായ 2 തിഹാമ പർവ്വതത്തോളം കൂലി കിട്ടുന്ന ഏർപ്പാടാണ് 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള മയ്യത്ത് നിസ്കാരത്തിന് അതിനുശേഷമുള്ള പിന്നെ ബാക്കിയുള്ള ഏർപ്പാടിനുമുള്ളത്. നമ്മളത് ആത്മാർത്ഥമായിക്കൂടെ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് സുഹൃത്തുക്കളെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം ഇമ്പോർട്ടന്റോടെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മരണ വാർത്ത കേൾക്കുമ്പോഴും ആളുകളോട് തടിച്ചുകൂടുക. നമുക്കൊക്കെ വേണ്ടി 40 ആളെങ്കിലും വരേണ്ട സുഹൃത്തുക്കളെ. 40 ആള് തൗഹീദുള്ള 40 ആള് വന്നിട്ട് ഈ വർത്താണ്ട് പറഞ്ഞാലേ പടച്ചോൻ അവനക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞ പടച്ചോൻ പറഞ്ഞാൽ സ്വീകരിക്കാന്ന്, നാം സ്വീകരിക്കാമെന്ന്. മുവഹിദുകളായിരിക്കാം നമ്മൾ, പക്ഷെ മുവഹിദുകളായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? പ്രാർത്ഥന അറിയണ്ടേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒന്ന് പഠിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കും. ഇന്നാണ് അതിന്റെ അവസാനത്തെ സമയം. അറിയാത്തവർക്ക് ആ മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥന പഠിക്കാനുള്ള സമയം ഇന്നത്തോടുകൂടെ അവസാനിച്ചെന്നാണ് കരുതുക. ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പറ്റും. 4-5-6 വരെയുള്ളൂ സുഹൃത്തുക്കളെ, 5-6 വരെ ഒന്ന് പഠിക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന് മനസ്സ് തട്ടിയിട്ട് ഇബാദത്തുകൾ നിർവഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബിൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന മരണം, ആ മരണം വരും മുമ്പ് കിട്ടിയ ആയുസ് ഇരുലോകത്തിലെ നന്മകൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ഈ ദുനിയാവിന് വേണ്ടി മാത്രം കിട്ടിയ ആയുസ് ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അവരുടെ ഊണിലും ഉറക്കത്തിലും എല്ലാറ്റിലും ഉണ്ടാകുന്ന ചർച്ച അതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുകയാണ് ചില ആളുകളൊക്കെ ഈ പള്ളിക്കാട്ടിലേക്ക് മയ്യത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന് ഒരല്പം പിറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും കുറച്ചിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്യൂണ് മാറുകയാണ്, സംസാരത്തിന്റെ ഗതി മാറുകയാണ്. അവർ അവിടെയും വെച്ചിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹ് ബികുമുൽ ലാഹിഖൂൻ. കബറിടം സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്.
അല്ല. കബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നവർക്ക് സലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നൊരു വാക്കെന്താ? ഞങ്ങളും നിങ്ങളോടൊക്കെ വരാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബിക്കുമുൽ ലാഹിഖുൻ. ഈ മഹല്ലിലെ ഒരുപക്ഷെ അടുത്ത ഖബർ വെട്ടുമ്പോൾ അതിലേക്ക് ഇറക്കി വെക്കുന്ന മെമ്പർ ഒരുപക്ഷെ ഞാനായിരിക്കാം എന്ന പരിപൂർണമായ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നൊരു പ്രാർത്ഥനയാ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് കയറുമ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവിടെ പോയിട്ട് പോലും ആ നിലയ്ക്ക് ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര വലിയ തൗഫീഖിന്റെ കുറവുള്ളവരാണ് അവർ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര വലിയ തൗഫീഖിന്റെ കുറവുള്ള ആളുകളാണ് സഹോദരങ്ങളെ. നമുക്കത് പാടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇരു ലോകത്തെയും നന്മകൾക്ക് വേണ്ടി ചോദിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിപ്പിച്ച പ്രാർത്ഥന ഏതാ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. പടച്ചോനെ, കണ്ണടയുന്നതിന് മുൻപ് ഞാൻ ജീവിക്കേണ്ട ദുനിയാവിലെ എന്റെ ഹലാലായ കാര്യങ്ങൾ നടന്നു പോകത്തക്ക രൂപത്തിൽ എല്ലാ നന്മകളും എനിക്ക് നീ നൽകണേ. പിന്നെന്താ? പിന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ, ഇതാ കണ്ണടയുന്നതോട് കൂടെ തുടങ്ങാൻ നിൽക്കുന്ന എന്റെ ആഖിറത്തിലെ എല്ലാ നന്മകളും, മനോഹരമായൊരു മരണവും, അതേപോലെ തന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും, എത്ര കാലമാണ് ബർസഖ് ലോകത്ത് കടക്കേണ്ടതെന്ന് അറിയില്ല, ഒറ്റക്ക് പോയി കിടക്കുന്ന ഇടം സ്വർഗ പൂങ്കാവനമായി കൊണ്ട് മാറാനും റഹ്മാനായ റബ്ബേ അവിടുന്ന് രണ്ടാമത്തെ രൂപത്തും കൂടെ കേൾക്കുമ്പോൾ ഞങ്ങൾ പോയി നിൽക്കുന്ന ആ മഹ്ശറ വൻസഭയിലെ ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ഖൈറിന് പ്രദാനം ചെയ്യണമേ എന്ന വിശാലമായ അർത്ഥം നൽകുന്ന പ്രാർത്ഥന സുഹൃത്തുക്കളെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് കേവലം പ്രാർത്ഥിച്ചാൽ പോരാ, ആ ഖൈറുകളൊക്കെ മനസ്സിൽ തട്ടി ചോദിക്കാൻ നമുക്ക് കഴിയണമെന്ന്. ഒരു മനുഷ്യൻ സമ്പാദിക്കുന്ന യഥാർത്ഥ സമ്പാദ്യം എന്താ സഹോദരങ്ങളെ? എന്താ? മരണത്തോടു കൂടെ ഇവിടെ ഇട്ടേച്ചു പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ്? അല്ല, കൂടെ കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള സമ്പാദ്യം. കൂടെ കൊണ്ടുപോകാൻ നമ്മുടെ കാർ ഉണ്ടാകുമോ, നമ്മുടെ വീടുണ്ടാകുമോ, നമ്മുടെ വേദനയും ഡോക്യുമെന്റ്സ് ഉണ്ടാകുമോ? എന്നാൽ അതൊന്നും വേണ്ട എന്നല്ല. ഖബറിലേക്ക് നിന്റെ കൂടെ വരും, നിന്റെ കൂട്ടിരിക്കും എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ സഹോദര? 5 അക്ക ശമ്പളം മാത്രമാണോ? അല്ല, 5 അക്ക ശമ്പളം പിന്നെ കൈപറ്റുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കൈപറ്റി അതിൽ നിന്ന് നിശ്ചിത ഓഹരി സ്വതക്കയും സക്കാത്തുമായി കൊണ്ട് മാറ്റിവെച്ചിട്ടുണ്ടോ? അത് കൂടെ ഇരിക്കുമെന്നാണ്. അവൻ ചെലവഴിച്ചത് മുഴുവനും നല്ലൊരു നിയ്യത്തോടുകൂടെ ചെലവഴിച്ചിട്ടുണ്ടോ? കൂട്ടിരിക്കുമെന്നാണ്. അവൻ നടത്തിയ നിസ്കാരങ്ങളും തസ്ബീഹുകളും തഹ്ലീലുകളും തുടങ്ങി നന്മയായി അവൻ ചെയ്തത് എന്താണോ അതവന്റെ കൂടെ ഇരിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്താ നിങ്ങൾ നീക്കിയിരിപ്പ് നടത്തിയിട്ടുള്ളത്? എന്ത് ഇൻവെസ്റ്റ്മെന്റാ കബറിടത്തിലേക്ക് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒന്ന് ചിന്തിച്ചോളണ വിശ്വാസികളെ എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞത് സുഹൃത്തുക്കളെ നമ്മളോടല്ലേ. ഒന്ന് ശരിക്കൊന്ന് ചിന്തിക്കൂ, എന്തൊക്കെയുണ്ട് നമ്മുടെ കൈകളിൽ നിന്ന്. അതുകൊണ്ട് എന്തൊക്കെ പരലോകത്തിന് ഉപകാരം കിട്ടണമെന്ന് വേണ്ടി നമ്മൾ നീക്കി വെച്ചാലും അത് സുഹൃത്തുക്കൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടൂല. അല്ലാഹു പറയുവാ തഖദ്ദമു ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഹുവ ഖൈറൻ വഅലമ അജ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ എന്തൊരു നന്മയാണ് നിങ്ങൾക്ക് വേണ്ടി പിന്നെ നീക്കിയിരിപ്പ് നടത്തിയിട്ടുള്ളത്, അതിനേക്കെല്ലാം നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ അരികിൽ ഉന്നതമായ പ്രതിഫലം കിട്ടത്തക്ക രൂപത്തിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുമെന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ കാണുമ്പോൾ ആ സമയത്തൊരു ഷോക്ക് ഫീൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് കഴിഞ്ഞ ആ പള്ളിക്കാട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്നതോടുകൂടെ അതെല്ലാണ്ട് അസ്തമിക്കലാണ് പലർക്കും പതിവ്. നമുക്ക് അങ്ങനെയാകാൻ പാടില്ല എന്ന് പറയുന്ന സുഖമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, ബോധപൂർവമായ ചില നെയ്യത്തുകളും ചില പ്രവർത്തനങ്ങളും ചില പ്രാർത്ഥനകളും ഉണ്ടെങ്കിലേ സുഹൃത്തുക്കളെ ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റുകയും എല്ലാ കാര്യങ്ങളും മരണാനന്തര ജീവിതത്തിലേക്ക് കണക്ട് ചെയ്ത് വായിക്കാനും നിർവഹിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്താണെന്നറിയോ, എല്ലാ കാര്യങ്ങളിലും ഒരു പരലോകം നമ്മൾ ഇങ്ങനെ കാണണം. എന്തൊക്കെ നമ്മുടെ മുമ്പിലൂടെയുണ്ടോ അതിലെല്ലാം ഒരു പരലോകം നമ്മൾ കണ്ട് ശീലിക്കണം. ഒരു ടാപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതൊന്നിങ്ങനെ ക്ലോസ് ചെയ്യുന്നതിൽ ഒരു മനുഷ്യത്വം എന്നതിനപ്പുറത്ത് അത് ഒരു നന്മയാണ്.
പരലോകത്ത് കരം തൂങ്ങുന്ന അമലാണ് അല്ലേ? ഒരു പുഞ്ചിരിക്കുന്നുണ്ടോ നമ്മൾ? അതുപോലെ നന്മയാണ്. ഇങ്ങനെ എല്ലാറ്റിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂലി കിട്ടുമെന്ന് പറഞ്ഞതൊക്കെ ഒരു ബോധപൂർവത്തോടുകൂടെ നല്ലൊരു നീയത്തോടുകൂടെ മനസ്സ് തട്ടിട്ട് ചെയ്യുന്നവരായിക്കൊണ്ട് നമ്മൾ മാറുക എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചോളി കൂട്ടരെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത്. അല്ലാഹുവേ, നന്മകൾ ചെയ്യാനും തിന്മകൾ ഒഴിവാക്കാനുമുള്ള ഒരു തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. അതേപോലെ തന്നെ ഒരുപാട് അർത്ഥഗംഭീരമായ നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെ പര്യാപ്തമാകുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നമ്മൾ തേടിപ്പിടിച്ച് പഠിച്ച് മനസ്സിലാക്കി നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോംവഴി. സഹോദരങ്ങളെ, ഖബറിൽ കൂടെ നമ്മൾ ഇരിക്കുമെന്ന് പറഞ്ഞ് ജാരിയായ സ്വതക്കകളുണ്ട്. ജാരിയായ സ്വതക്കകൾ നമ്മുടെ ഖബറിലേക്ക് ഇറക്കി വെച്ചാലും നമ്മൾ ദുനിയാവിൽ ഇട്ടേച്ചു പോയ സമ്പത്തിൽ നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ ഓഹരി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വരും ഖുതുബകളൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, കൂട്ടത്തിൽ നമ്മളെപ്പോഴും പറയാറ് നമ്മുടെ കുഞ്ഞുമക്കൾ, അവർക്ക് ദീന് കൊടുക്കുന്നിടത്ത് നമ്മൾ എന്തൊക്കെ സംരംഭങ്ങളുണ്ടോ അതെല്ലാം പരമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയും ശനിയും പാലക്കാട് വെച്ചിട്ട് നമ്മുടെ LP തലത്തിലും UP തലത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക ക്യാമ്പ്, 2 ദിവസത്തെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. നമ്മുടെയൊക്കെ പരിസരത്തുള്ള നമ്മുടെയൊക്കെ അറിവിലുള്ള കുട്ടികളൊക്കെ എത്താൻ വേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. വിശദമായ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ വെക്കേഷൻ ക്ലാസുകളും ക്യാമ്പുകളും ഒക്കെ നടക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ തേടിപ്പിടിച്ച് നമ്മുടെ മക്കളെ എത്തിക്കാനുള്ള ഒരു പരിപൂർണമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. ഏതൊരു കാര്യമാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ നമ്മളൊരു കുട്ടിനെ എങ്ങനെ കൊണ്ടുപോയി അവനെങ്ങനെ ഏൽപ്പിച്ചു, ആ കുട്ടിയുടെ മനസ്സിൽ ദീനിന്റെ കയറി കിട്ടി, പിന്നെ ആ കുട്ടി ഒരു പക്ഷെ കാലാകാലം ചെയ്യുന്നതും ആ കുട്ടിയിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടുന്നതുമായ നന്മകളുടെ ഒക്കെ ഒരു ഓഹരി ഈ കേറിക്കടക്കാൻ നിൽക്കുന്ന ഖബറിലേക്ക് എത്തും സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അവിടത്തേക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് മനസ്സ് നിറഞ്ഞ് ഒന്ന് എല്ലാ നിലക്കും നമ്മുടെ നന്മകൾക്ക് പിന്നാലെ അന്വേഷിച്ചും തേടി നടന്ന് ഇങ്ങോട്ട് വരാനും ചോദിക്കാരെന്ന് ആരും നിൽക്കണ്ട. അവനവന്റെ ഖബറിനെ കുറിച്ച് ആലോചിച്ചോളിയും. അവസരങ്ങളും സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കോളിയും. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളിലേക്കും ഒരു വിശാലമായ മനസ്സ് അത് സ്വീകരിക്കുവാനും നടപ്പിൽ വരുത്താനും തെറ്റുണ്ടെങ്കിൽ ബോധ്യപ്പെട്ടെങ്കിൽ തിരുത്താനൊക്കെയുള്ള വലിയൊരു മനസ്സ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നതോടൊപ്പം നാം ചെയ്തു വെച്ച എല്ലാ നന്മകളും റഹ്മാനായ റബ്ബ് എല്ലാവിധ പോരായ്മകളും നമ്മളിൽ നിന്നും മാറ്റിത്തന്ന് പരിപൂർണത്വത്തിൽ സ്വീകരിച്ച് അത് നമ്മുടെ സ്വർഗ്ഗ പ്രവേശനത്തിന് കാരണമാക്കുന്ന മക്ബൂലും അബ്റൂറുമായ അമലിന്റെ ഉടമകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മാറ്റുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനേ. നാളെ അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരിമാർ, പ്രായമുള്ള ഉമ്മമാർ, പെങ്ങന്മാർ, അല്ലാഹുവേ അവരുടെ എല്ലാവിധ പ്രയാസം ദൂരീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, അറിവിൽ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജ്ഞാനത്തിൽ നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. മരണത്തിന് മുമ്പ് എല്ലാ നിലക്കും ഏത് സമയത്ത് നീ തിരിച്ചു വിളിച്ചാൽ ഇറങ്ങി വരാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളാകുവാനുള്ള തൗഫീഖിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب